നമസ്കാരം. ലാവ്ലിൻ കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് ക്ലീൻ ചീറ്റ് നൽകിയ ആർ മോഹനൻ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ ഉയർന്ന ഉദ്യോഗസ്ഥനായി ഇപ്പോഴും ഉണ്ട് എന്ന് തന്നെയായിരുന്നു ഇന്നലെ ഷോൺ ജോർജ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് വെളിപ്പെടുത്തിയതും അദ്ദേഹത്തിന്റെ FB പേജ് പോസ്റ്റും അത് തന്നെയായിരുന്നു. എന്നാൽ താൻ ഒരു കാരണവശാലും ലാവ്ലിൻ കേസിൽ കള്ളം പറഞ്ഞിട്ടില്ലെന്നും വസ്തുതാപരമല്ലാത്ത കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ആർ മോഹൻ പറഞ്ഞത്. ഫോറിൻ ടാക്സ് ഡിവിഷൻ വഴി അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ സിംഗപ്പൂരിൽ കമല ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഇപ്പോൾ ഇല്ല എന്ന് തന്നെയാണ്, നിലവിലില്ല എന്ന് തന്നെയാണ് താൻ അന്ന് റിപ്പോർട്ട് നൽകിയിരുന്നത്. ഇതല്ലാതെ താൻ മറ്റൊരു തരത്തിലും റിപ്പോർട്ട് നൽകിയിരുന്നില്ല. ഫോറിൻ ടാക്സ് ഡിവിഷൻ വഴി ഉള്ള അന്വേഷണത്തിലാണ് തനിക്ക് ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചത്. താൻ മനസ്സിലാക്കിയ കാര്യം അതുപോലെ തന്നെ സമർപ്പിക്കുകയായിരുന്നു. ആദായ നികുതി വകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥനായിരുന്നില്ല താൻ എന്നുകൂടി ആർ മോഹൻ കൂട്ടിച്ചേർക്കുന്നു. മാത്രമല്ല, ലാവ്ലിൻ കേസിന്റെ അന്വേഷണ ഉത്തരവാദിത്തം എനിക്കുണ്ടായിരുന്നില്ല. ഞാൻ ഇൻകം ടാക്സ് ഓഫീസിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ മാത്രമായിരുന്നു. ലാവ്ലിൻ കേസിൽ സമാന്തരമായ മറ്റൊരു അന്വേഷണം നടക്കുന്നതിനാൽ ഇൻകം ടാക്സിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായ എനിക്ക് മറ്റൊരു അന്വേഷണത്തിന് അവിടെ യാതൊരു തരത്തിലുള്ള പ്രസക്തി ഉണ്ടായിരുന്നില്ല. ഞാൻ അത്തരത്തിൽ ഒരു അന്വേഷണവും നടത്തിയിട്ടില്ല. നടത്തിയ അന്വേഷണം കമല ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഒരു സ്ഥാപനം സിംഗപ്പൂരിൽ നടക്കുന്നുണ്ടോ, അത് ഫോറിൻ ഡിവിഷൻ വഴി നടത്തിയ അന്വേഷണത്തിൽ കിട്ടിയ വിവരത്തിൽ അങ്ങനെ ഒരു സ്ഥാപനം അവിടെ പ്രവർത്തിക്കുന്നില്ല എന്ന് തന്നെയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥാപനം നിലവിലില്ല എന്നുള്ള റിപ്പോർട്ടാണ് ഞാൻ കൊടുത്തത്. എന്നാൽ ആർ മോഹനൻ പറയുന്ന ഇതെല്ലാം വസ്തുതാപരമായി നോക്കുകയാണെങ്കിൽ മോഹനൻ അന്വേഷിക്കുന്ന അവസരത്തിൽ കമല ഇന്റർനാഷണൽ അവിടെ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ എക്സാലോജിക് എന്ന കമ്പനി പ്രവർത്തനം നടത്തുന്നില്ല എന്ന് പറയുന്നത് പോലെ തന്നെയായിരുന്നു മോഹനൻ അന്വേഷിക്കുന്ന അവസരത്തിൽ കമല ഇന്റർനാഷണലിന്റെ അവസ്ഥ അത് തന്നെയായിരുന്നു. കമ്പനിയുടെ പ്രവർത്തനം നിർത്തലാക്കിയിരുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇത്ര നാൾ മുതൽ ഇത്ര നാൾ വരെ സിംഗപ്പൂരിൽ ഈ കമ്പനി പ്രവർത്തിച്ചിരുന്നു എന്നുള്ള റിപ്പോർട്ടല്ല മോഹനൻ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല, അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലില്ല എന്നുള്ളതാണ്. നേരത്തെ പ്രവർത്തിച്ചിരുന്നു എന്നുള്ളത് അദ്ദേഹം എഴുതി നൽകിയിരുന്നില്ല. ഇതാണ് ഒരു കയറ് കിട്ടിയിട്ടുണ്ട് തുമ്പത്തൊരു പശു എന്ന രീതിയിലാണ് ആർ മോഹനൻ റിപ്പോർട്ട് സമർപ്പിച്ചത്. അങ്ങനെയാണ് പിണറായി വിജയന് ക്ലീൻ ചീറ്റ് നൽകിയത്. ഈ ഒരു വിവരമാണ് ഷോൺ ജോർജ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വച്ചത്. എക്സാലോജിക് എന്ന വീണ വിജയന്റെ കമ്പനിയുമായി ബന്ധപ്പെട്ട് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം വരുമ്പോൾ ഈ അന്വേഷണത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ വീണ വിജയൻ കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിന് നോട്ടീസ് നൽകിയിരിക്കുന്നു. കമ്പനി നഷ്ടത്തിലായതിനാൽ കമ്പനിയുടെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തൽ ചെയ്യുന്നു. ഇപ്പോൾ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ബംഗളൂരു ആസ്ഥാനമായി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിന് ബംഗളൂരുവിൽ എത്തിയപ്പോൾ കമ്പനി അവിടെ ഇല്ല, കമ്പനി നിർത്തലാക്കിയിരിക്കുന്നു. ഇത്തരത്തിൽ ഒരു വിവരം തന്നെയാണ് ആർ മോഹനൻ ഫോറിൻ ടാക്സ് ഡിവിഷൻ വഴി സിംഗപ്പൂരിൽ അന്വേഷിച്ചപ്പോഴും കണ്ടെത്താനായത്. അതായത് നിലവിൽ ഇപ്പോൾ കമ്പനി ഇല്ല എന്ന ഒരു മറുപടി മാത്രമാണ് ആർ മോഹനൻ എഴുതി നൽകിയത്. നേരത്തെ കമ്പനി പ്രവർത്തിച്ചിരുന്നു എന്നുള്ള വിവരം ആർ മോഹനൻ വിട്ടുകളഞ്ഞു. ഇതാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടി ആർ മോഹനൻ നൽകിയ സഹായം, ക്ലീൻ ചീറ്റ് ഇത് തന്നെയാണ്. ഈ ഒരു സഹായത്തിന് വേണ്ടി തന്നെയാണ്, ഈ ഒരു ഉപകാരത്തിന് വേണ്ടി തന്നെയാണ് ഉദ്ദിഷ്ടകാര്യത്തിന് ഉപകാര സ്മരണ എന്ന രീതിയിൽ ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്തും രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്തും ആർ മോഹനനെ പിണറായി വിജയന്റെ പേഴ്സണൽ സ്റ്റാഫിൽ വലിയ ഉദ്യോഗസ്ഥനായി ഇരുത്തിയിരിക്കുന്നത്, വലിയ സ്ഥാനത്ത് ഇരുത്തിയിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ആർ മോഹനൻ പറയുന്നത് താൻ 5 നയാ പൈസ പോലും സർക്കാരിന്റെ ശമ്പളമായോ മറ്റ് ഏതെങ്കിലും ആനുകൂല്യമായോ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് എന്ന നിലയിൽ പങ്കുപറ്റുന്നില്ല. ലാവ്ലിൻ കേസിലെ അന്വേഷണത്തിൽ താൻ ചെയ്തു കൊടുത്ത ഉപകാരത്തിന് പ്രതിഫലമായാണ് മുഖ്യമന്ത്രി തന്നെ പേഴ്സണൽ സ്റ്റാഫിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വെറും കിംവദന്തികൾ മാത്രമാണ്. താൻ 5 നയാ പൈസ സർക്കാരിന്റെ ശമ്പളമായി പറ്റുന്നില്ല, മറ്റ് ആനുകൂല്യങ്ങളും പറ്റുന്നില്ല എന്നാണ് ആർ മോഹനൻ പറയുന്നത്. അതായത് ആർ മോഹനൻ വളരെ നിസ്വാർത്ഥ സേവനമാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ അംഗമായിരുന്നു കൊണ്ട്, അല്ലെങ്കിൽ ജോലിക്കാരനായിരുന്നത് കൊണ്ട് നിസ്വാർത്ഥമായ സേവനം മാത്രമാണ് അദ്ദേഹം ചെയ്യുന്നത്. അത് രാജ്യസേവനമാണ് അദ്ദേഹത്തിന്റെ എന്നാണ് ആർ മോഹനൻ പറഞ്ഞു വയ്ക്കുന്നത്. താൻ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ വലിയ ഉന്നത ഉദ്യോഗസ്ഥനായിരുന്നില്ല, താൻ അവിടെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു. എന്നാൽ താൻ വോളണ്ടറി റിട്ടയർമെന്റ് എടുത്ത് പോരുകയായിരുന്നു. അതിനുശേഷം പൊതുധനകാര്യ വകുപ്പിലും ഫ്രീലാൻഡ് കോളനിസ്റ്റുമായി എല്ലാം താൻ
ജോലി നോക്കിയിട്ടുണ്ട് എന്നുകൂടി ആർ മോഹനൻ എടുത്തു പറയുന്നു. ഇപ്പോൾ എനിക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ള ഇത്തരം ആരോപണങ്ങൾ ദുരുപദിഷ്ടമാണ്. അത് മുഖ്യമന്ത്രിയെയും തന്നെയും താറടിച്ചു കാണിക്കുവാൻ വേണ്ടി തന്നെയാണ് ഷോൺ ജോർജ് ഇത്തരത്തിൽ ഒരു പ്രസ്താവനയുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് എന്നാണ് ആർ മോഹനൻ പറയുന്നത്. ബഹുമാനപ്പെട്ട കേരളീയ സമൂഹത്തിന് ആർ മോഹനന്റെ നിസ്വാർത്ഥത തിരിച്ചറിയാൻ പറ്റാതെ പോയി എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ മോഹനൻ പറയുന്ന വാക്കുകളിലൂടെ മനസ്സിലാക്കേണ്ടത്. മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ അംഗമായിരുന്നുകൊണ്ട് അദ്ദേഹം നിസ്വാർത്ഥമായ ഒരു സേവനമാണ് ചെയ്യുന്നത് ഈ സംസ്ഥാനത്തിനും തദ്വാര രാജ്യത്തിനും. 5 പൈസ അദ്ദേഹം ശമ്പളമായി പറ്റുന്നില്ല, 5 പൈസ അദ്ദേഹം മറ്റ് ആനുകൂല്യങ്ങളുമായി പറ്റുന്നില്ല എന്നാണ് പറഞ്ഞത്. ഫോറിൻ ടാക്സ് ഡിവിഷൻ വഴി നടത്തിയ അന്വേഷണത്തിലാണ് അവിടെ സിംഗപ്പൂരിൽ കമല ഇന്റർനാഷണൽ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് അറിഞ്ഞത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കമ്പനി നിലവിലില്ല എന്നറിഞ്ഞത്. ആ അറിഞ്ഞ വിവരം വളരെ നിർദോഷമായി തന്നെ നിസ്വാർത്ഥ ചിന്തയോടുകൂടി തന്നെ താൻ അറിയിക്കുകയായിരുന്നു. അതാണ് ലാവ്ലിനിൽ മുഖ്യമന്ത്രിക്ക് ക്ലീൻ ചീറ്റ് നൽകിയത് എന്ന് ജനങ്ങൾ തെറ്റിദ്ധരിച്ച് ഇപ്പോൾ പറയുന്നത് എന്നാണ് ആർ മോഹനൻ പറയുന്നത്. എത്ര നിസ്വാർത്ഥമായ, എത്ര കപടരഹിതമായ ഒരു മറുപടിയാണ് അല്ലെങ്കിൽ വെളിപ്പെടുത്തലാണ് മോഹനന്റേത് എന്നുള്ളത് ഓർക്കണം. ലാവ്ലിൻ കേസ് സുപ്രീം കോടതിയിൽ 37 പ്രാവശ്യത്തിലധികമാണ് മാറ്റിവെച്ചിരിക്കുന്നത്. ഇത്തരം, അതായത് ആർ മോഹനനെ പോലുള്ള ആളുകൾ നൽകിയിരിക്കുന്ന പല നോട്ടീസുകളുടെയും അല്ലെങ്കിൽ ക്ലീൻ ചീറ്റുകളുടെയും അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ കേസ് പുട്ടപ്പ് ചെയ്ത് പോയിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ ഷോൺ ജോർജ് പറയുന്നത്. അതുകൊണ്ട് ആർ മോഹനൻ നേരത്തെ നടത്തിയിരിക്കുന്ന പല ഇടപാടുകളിലും കൃത്യമായ അന്വേഷണം വേണമെന്ന് കേന്ദ്ര ധനകാര്യ വകുപ്പിന് താൻ കത്തെഴുതും എന്ന് തന്നെയാണ് ഷോൺ ജോർജ് പറയുന്നത്. രാജ്യദ്രോഹപരമായ, സംസ്ഥാന ഖജനാവിന് നഷ്ടമുണ്ടാക്കുന്ന ലാവ്ലിൻ പോലുള്ള ഒരു പ്രമാദമായ വിഷയത്തിൽ കൃത്യമായ അന്വേഷണം നടത്താതെ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ പാർട്ടിക്കാർക്കും വേണ്ടി ഒത്താശ ചെയ്ത് കൊടുക്കുന്ന തരത്തിലുള്ള അന്വേഷണം തന്നെയാണ് ഇപ്പോൾ ആർ മോഹനൻ നടത്തിയത് എന്ന് തന്നെയാണ് ഷോൺ ജോർജ് വ്യക്തമാക്കുന്നത്. മോഹനൻ വ്യക്തമാക്കുന്നത് പോലെ നിസ്വാർത്ഥമായ ഒരു അന്വേഷണമല്ല മോഹനൻ നടത്തിയിരിക്കുന്നത്, ഒരു റിപ്പോർട്ടുമല്ല മോഹനൻ നൽകിയിരിക്കുന്നത് എന്നാണ് ഷോൺ ജോർജ് പറയുന്നത്. മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ ഭാര്യയെയും കുടുംബത്തെയും രക്ഷിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് മോഹനൻ ഇങ്ങനെ ഒരു റിപ്പോർട്ട് നൽകിയത്, ഒരു ക്ലീൻ ചിറ്റ് മുഖ്യമന്ത്രിക്ക് നൽകിയത്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രത്യുപകാര സ്മരണയോടുകൂടി തന്നെയാണ് ആർ മോഹനനെ മുഖ്യമന്ത്രി തന്റെ പേഴ്സണൽ സ്റ്റാഫിൽ നിയമിച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ് ഷോൺ ജോർജ് ഇന്നലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് പറഞ്ഞത്. എന്നാൽ മോഹനൻ അത് നിഷേധിക്കുന്നു. മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ താൻ അംഗമാണ്, എന്നാൽ 5 പൈസ പോലും ഞാൻ സർക്കാരിൽ നിന്ന് ശമ്പളമായി വാങ്ങിയിട്ടില്ല, യാത്രാപ്പടിയോ മറ്റ് ആനുകൂല്യങ്ങളോ കൈപ്പറ്റിയിട്ടില്ല എന്നാണ് ആർ മോഹനൻ പറയുന്നത്. ഇതെല്ലാം വീണ്ടും അന്വേഷണങ്ങൾക്ക് വിധേയമാക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അതിലൂടെ മാത്രമേ കൃത്യമായ കാര്യങ്ങൾ പുറത്തു വരൂ എന്ന് തന്നെയാണ് ഇപ്പോൾ ബഹുജനങ്ങളും പറയുന്നത്. എന്തായാലും ലാവ്ലിൻ പോലുള്ള ഒരു കേസ് 37 പ്രാവശ്യം സുപ്രീം കോടതിയിൽ മാറ്റിവെക്കപ്പെട്ടിരിക്കുന്നു. 10ഓ 24ഓ വർഷം നീണ്ടിട്ടും ഈ കേസിൽ യാതൊരു രേഖകളും അല്ലെങ്കിൽ ഒരു വിവരങ്ങളും ഇതുവരെയും പുറത്തു വരാത്ത സാഹചര്യത്തിൽ ഇനി മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് എന്ന നിലയിൽ സേവനമനുഷ്ഠിച്ചിട്ട് ആർ മോഹനൻ ഏതെങ്കിലും തരത്തിൽ ശമ്പളം കൈപ്പറ്റിയിട്ടുണ്ടോ അല്ലെങ്കിൽ മറ്റ് ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയിട്ടുണ്ടോ എന്നുള്ള വിവരങ്ങൾ അറിയാൻ ഇനി എന്ന് സാധിക്കും എന്ന് തന്നെയാണ് ബഹുജനങ്ങളും ചോദിക്കുന്നത്. എന്തായാലും ഒരു കാര്യം വ്യക്തമായിരിക്കുന്നു. ആർ മോഹനൻ എന്ന ആൾ ലാവ്ലിൻ എന്ന വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് നൽകിയ ക്ലീൻ ചീറ്റിന് പ്രത്യുപകാരമായി തന്നെയാണ് പേഴ്സണൽ സ്റ്റാഫിൽ ഉയർന്ന ഉദ്യോഗസ്ഥനായി ഇയാളെ നിയമിച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ പരക്കെ ഉയരുന്ന ആക്ഷേപങ്ങൾ. അത് തന്നെയാണ് ഷോൺ ജോർജ് ഉന്നയിക്കുന്നതും ഇത് തന്നെയാണ്. എന്തായാലും ഇൻകം ടാക്സ് അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന രീതിയിൽ സേവനമനുഷ്ഠിച്ചിരുന്ന മോഹനന്റെ സേവന കാലഘട്ടത്തിൽ എന്തെല്ലാം ഇടപാടുകൾ മോഹനൻ നടത്തിയിട്ടുണ്ടോ അതിലെല്ലാം ഏതെല്ലാം തരത്തിലുള്ള അഴിമതികൾ നടന്നിട്ടുണ്ട്, പക്ഷപാതപരമായി പ്രവർത്തിച്ചിട്ടുണ്ട്, തനിക്ക് വേണ്ടപ്പെട്ടവർക്ക് അനുകൂലമായി മോഹനൻ എന്തെല്ലാം തരത്തിലുള്ള ഇടപാടുകൾ നടത്തിയിട്ടുണ്ട്, തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ട് എന്നുള്ള വിഷയങ്ങളെക്കുറിച്ചെല്ലാം സമഗ്രമായ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര ധനകാര്യ വകുപ്പിന് കത്തെഴുതാൻ നടക്കുകയാണ്, അല്ലെങ്കിൽ കത്തെഴുതാൻ തയ്യാറെടുക്കുകയാണ് ഇപ്പോൾ ഷോൺ ജോർജ്. എന്തു തന്നെയായാലും ലാവ്ലിൻ കേസിൽ കൃത്യമായ സത്വരമായ ഒരു വിധി ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് അറിയില്ലെങ്കിലും മോഹനന്റെ കാര്യത്തിൽ അതല്ല ഒരു നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ ഷോൺ ജോർജിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.